35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. പൈങ്കളം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ ഷിജ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പറ്റാവുന്ന രീതിയിൽ യോഗ ചെയ്യണം. അതും എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. രോഗത്തിനനുസരിച്ച് ചെയ്യാവുന്ന യോഗകളുണ്ട്, ശ്വാസോച്ഛ്വാസ പ്രാണായാമം മാത്രമായിട്ട് ചെയ്യുന്ന യോഗമുറകളുണ്ട്. ഇതൊക്കെ വേണ്ട രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞിട്ടുണ്ട്. യോഗ പരിശീലകരായ ജിൻസി ജോർജ് കുട്ടികൾക്ക് യോഗ പരിശീലന ക്ലാസ് നൽകി. യോഗ കുട്ടികൾക്ക് ആത്മവിശ്വാസവും ഓർമ്മശക്തിയും നൽകുന്നതാണെന്ന സന്ദേശം സ്കൂൾ പ്രധാനാധ്യാപകൻ കുട്ടികൾക്ക് നൽകി. തുടർന്ന് യോഗ ക്ലബ്ബ് അംഗങ്ങളുടെ യോഗ നൃത്താവിഷ്കാരം ഉണ്ടായിരുന്നു. അചഞ്ചലമായ ഒരു മനസ്സിൽ ഒട്ടും ആഴത്തിലുള്ള വായന സാധ്യമാകില്ല. പഠിച്ച കാര്യങ്ങളെ ഓർമ്മിക്കാൻ കഴിയില്ല. അങ്ങനെ ഏകാഗ്രത രൂപപ്പെടുത്തുവാൻ, നമ്മുടെ മനസ്സിനെ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് യോഗ പരിശീലനം വളരെ അനിവാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. പക്ഷേ ജൂൺ 21 നമ്മളെ സംബന്ധിച്ച് ശനിയാഴ്ചയായിരുന്നു. ലോകത്തെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ യോഗ പരിശീലനം നടന്നതായും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ പത്രങ്ങൾ മുഖേനയും TV-യിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. വിവിധ ചാനലുകൾ. ന്യൂസ് ഡെസ്ക് CCV.